ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഹല്ലേലൂയ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഹല്ലേലൂയ 1 തെസ്സലോനിക്ക 5:17-18 വാക്യങ്ങളിൽ ഹല്ലേലൂയ കാണാൻ കഴിയുന്നത്, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ ഹല്ലേലൂയ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവഇഷ്ടം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരു വിശ്വാസിയായിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം എപ്പോഴും അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണമെന്നാണ്. ഹല്ലേലൂയ. പൗലോസ് മറ്റുള്ളവരോട് ഉപദേശിക്കുക മാത്രമല്ല ചെയ്തത്, ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ ശീലമാക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥന ഒരു ശീലമാക്കിയെടുക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവവചനത്തെ നാം ലംഘിക്കുന്നു. ഹല്ലേലൂയ. ലംഘിക്കുന്നത് മുഖാന്തരം പാപം മനുഷ്യരിൽ വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഉച്ചത്തിലിരുന്നോ ഹല്ലേലൂയ സ്തോത്രം എവിടെയെങ്കിലും ഹല്ലേലൂയ ഇരുന്നൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയം കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിങ്കലേക്ക് ഹല്ലേലൂയ സ്തോത്രം മനസ്സുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മൗനമായി നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിപ്പാൻ കഴിയും. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നാം എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് ആണ് ദൈവം നമ്മെക്കുറിച്ച് ഹല്ലേലൂയ നോക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. രോഗിയായിരുന്നാലും അപകടം നിറഞ്ഞ ഹല്ലേലൂയ മേഖലകളിലായിരുന്നാലും കണ്ണുനീരിൻ്റെ നടുവിലായിരുന്നാലും ഹല്ലേലൂയ സന്തോഷത്തിൻ്റെ നടുവിലായിരുന്നാലും വേദനയുടെ നടുവിലായിരുന്നു ജോലിയുടെ നടുവിലായിരുന്നു ഏത് മേഖലകളിലാകട്ടെ ഹല്ലേലൂയ സ്തോത്രം എവിടെയാകട്ടെ അവിടെയൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് നോക്കുന്നത്. ഹല്ലേലൂയ. എല്ലാറ്റിനും ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം പ്രിയ ദൈവമക്കളെ. നമ്മൾ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. എപ്പോഴും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. എല്ലാറ്റിനും നന്ദി പറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും എന്ത് തീരുമാനം എടുത്താലും ദൈവത്തോട് പ്രാർത്ഥിച്ച് അനുമതി വാങ്ങിയതിന് ശേഷമേ ഹല്ലേലൂയ പോകാവുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ ലൈഫിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ അവൻ എല്ലാ നന്മകളുടെ നടുവിലും ദൈവത്തെ സ്തുതിച്ചിരുന്നു, ദൈവത്തെ ആരാധിച്ചിരുന്നു. ഹല്ലേലൂയ. എല്ലാം എന്നാൽ പിശാച് അവനെ പരീക്ഷിച്ചപ്പോഴും ഹല്ലേലൂയ സ്തോത്രം അവനെല്ലാം നഷ്ടപ്പെട്ടു. രോഗിയായിരുന്ന സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു വരുന്ന സമയത്തും ഹല്ലേലൂയ ഇയ്യോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം എന്താണ് ഇയ്യോബിനെ മാനിച്ചു. ഹല്ലേലൂയ തൻ്റെ ഹല്ലേലൂയ സ്തോത്രം രോഗത്തിൻ്റെ നടുവിലും കൂട്ടുകാർക്ക് വേണ്ടി സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എല്ലാം ഇരട്ടിയായി നൽകി മാനിപ്പാനിടവന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതം വേണം. ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വേണം. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ തുണ നൽകുമാറാകണമേ. ഞങ്ങൾക്ക് ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ, എപ്പോഴും സ്തോത്രം ചെയ്യുവാൻ, എല്ലാത്തിനും ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് എന്ത് ചെയ്താലും ഹല്ലേലൂയ എന്ത് പ്രവർത്തിച്ചാലും ഹല്ലേലൂയ എന്ത് തീരുമാനമെടുത്താലും അതെല്ലാം കർത്താവിനോട് ചോദിച്ച് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ അനുമതി നേടി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കർത്താവെ കൃപ നൽകി അനുഗ്രഹിക്കണം. കർത്താവെ, ദൈവ ഇഷ്ടപ്രകാരം ദൈവ ഇഷ്ടം അനുസരിച്ച് ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവെ കൃപ നൽകണം. ഏത് ജീവിത സാഹചര്യങ്ങളിലായിരുന്നു ആ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ട ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്രിയ ദൈവമക്കളെ ഷെയർ ചെയ്യുക. ഹല്ലേലൂയ സ്തോത്രം.